നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുമുളകിന് ഉൽപാദനക്കുറവ്. കുരുമുളക് വിളവെടുപ്പ് ആദ്യ റൗണ്ട് പല ഭാഗങ്ങളിലും പൂർത്തിയായിട്ടും ടെർമിനൽ മാർക്കറ്റിൽ നാടൻ മുളക് ക്ഷാമം രൂക്ഷം. ഉൽപാദനം കുറഞ്ഞത് തന്നെയാണ് കർഷകരെ തിരക്കിട്ടുള്ള വിൽപ്പനകളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. വിപണിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് വിളവെടുപ്പ് വേളയിൽ കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപയ്ക്ക് മുകളിൽ നിലകൊള്ളുന്നത്. ഉത്തരേന്ത്യയിലെ വൻകിട കറി മസാല വ്യവസായികളുടെ ആവശ്യത്തിനുള്ള ചരക്ക് ജനുവരി രണ്ടാം പകുതിയിൽ ശേഖരിക്കാനായില്ല. ഫെബ്രുവരി ആദ്യവാരത്തിലും ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള വരവ് നാമമാത്രമായി ചുരുങ്ങിയത് വ്യവസായികളെ സംഭ്രാന്തരാക്കി. കഴിഞ്ഞ വാരം കുരുമുളകിന് 900 രൂപ ക്വിൻ്റലിന് ഉയർത്തിയിട്ടും ലഭ്യത ഉയരാത്തത് ഒരു വിഭാഗം ഇടപാടുകാരെ മുൻകൂർ കച്ചവടങ്ങൾക്ക് പ്രേരിപ്പിച്ചു. വിപണി വിലയേക്കാൾ 1500 മുതൽ 2000 രൂപ വരെ ഉയർത്തി ലഭ്യത ഉറപ്പുവരുത്താൻ അണിയറ നീക്കം നടന്നു. വരവ് പൊടുന്നവനെ ഉയരില്ലെന്ന തിരിച്ചറിവ് നിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന വിശ്വാസവും വാങ്ങലുകാരിൽ ഉടലെടുത്തതായി വേണം അനുമാനിക്കാൻ. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇക്കുറി വിളവ് ചുരുങ്ങുമെന്ന വ്യക്തമായതിനാൽ കിട്ടുന്ന വിലയ്ക്ക് പരമാവധി ചരക്ക് സംഭരിക്കാൻ അന്തർ സംസ്ഥാന ഇടപാടുകാർ ഉത്സാഹിച്ചു. വാരാന്ത്യം കൊച്ചിയിൽ ക്വിൻ്റലിന് 70,200 രൂപയിലാണ് അൺഗാർബിൾഡ് വിപണനം നടന്നത്. ഗാർബിൾഡ് മുളകിന് 72,200 രൂപയായി ഉയർന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ മുളക് ടണ്ണിന് $8,000 മുകളിലാണ്. വിയറ്റ്നാമിൽ $6,800, ബ്രസീൽ $6,300, ഇന്തോനേഷ്യ $7,000. 700 കടന്ന് കറുത്ത പൊന്ന്. അന്തർ സംസ്ഥാന കച്ചവടക്കാർ തിരക്കിട്ട് വാങ്ങാൻ തുടങ്ങിയതോടെ കർഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ വാരം കുരുമുളക് കിലോ 700 രൂപ കടന്നു. കഴിഞ്ഞ വാരം കുരുമുളക് വിറ്റ കർഷകർക്ക് കിലോയ്ക്ക് 9 രൂപ ലാഭം കിട്ടി. വില അനുദിനം കൂടാൻ തുടങ്ങിയതോടെ വില വീണ്ടും കൂടുമെന്ന പ്രതീക്ഷയിൽ വൻകിട കർഷകരും കച്ചവടക്കാരും കുരുമുളക് വിൽക്കാതെ പിടിച്ചു വയ്ക്കാൻ തുടങ്ങി. സീസൺ തുടങ്ങിയിട്ടും പുതിയ മുളകിൻ്റെ വരവ് ഇനിയും പ്രതീക്ഷയ്ക്കൊത്ത് വരുന്നില്ലെന്നാണ് കയറ്റുമതിക്കാർ പറയുന്നത്. അന്തർ സംസ്ഥാന കച്ചവടക്കാർ മസാല കമ്പനികൾക്ക് വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച ചരക്ക് എത്തിക്കാൻ കഴിയാതെ വന്നതോടെ അന്തർ സംസ്ഥാന കച്ചവടക്കാരുടെ വാങ്ങലാണ് കുരുമുളകിന് തുണയായത്. കൊച്ചി ടെർമിനൽ വിപണിയിൽ കഴിഞ്ഞ വാരം 226 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി. മുൻവാരത്തെ അപേക്ഷിച്ച് 16 ടൺ കൂടുതലാണ്. ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് കരാറാക്കിയവരും കഴിഞ്ഞ വാരം വാങ്ങലുകാരായി വിപണിയിൽ എത്തിയിരുന്നു. കുരുമുളകിൻ്റെ വില ഉയർന്നിരിക്കെ ഉത്തരേന്ത്യയിൽ കുരുമുളകിന് നല്ല ഡിമാൻഡാണ്. ആവശ്യക്കാർക്ക് കുരുമുളകിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കെ വരും ദിവസങ്ങളിൽ വില കൂടുമെന്നാണ് കർഷകരും കച്ചവടക്കാരും പ്രതീക്ഷിക്കുന്നത്. വില കൂടുന്നത് കണ്ട് തമിഴ്നാട്ടിലെ വ്യാപാരികളും എക്സ്പോർട്ട് ഓറിയൻ്റൽ യൂണിറ്റുകളുടെ സഹോദര സ്ഥാപനങ്ങളും കഴിഞ്ഞ വാരം കുരുമുളകിനായി വിപണിയിലുണ്ടായിരുന്നു. പണം കൊടുക്കാതെ കടമായി വാങ്ങാനാണ് ഇവരുടെ നീക്കം. മാർക്കറ്റ് വിലയേക്കാൾ കിലോയ്ക്ക് 20 രൂപ കൂടുതൽ നൽകാമെന്ന് പറഞ്ഞ് ഒരു മാസത്തെ അവധിക്കാണ് ഇവർ കുരുമുളക് ആവശ്യപ്പെടുന്നത്. ഉയർന്ന വില കിട്ടുമെന്ന് കണ്ട് വൻകിട കർഷകരും ഇടനിലക്കാരും കടമായി കച്ചവടം നടത്താറുണ്ട്. ചില സന്ദർഭങ്ങളിൽ കടം വാങ്ങിയ കയറ്റുമതിക്കാർ, വ്യാപാരികൾ എന്നിവരെ പിന്നീട് കാണാതായ സംഭവം വിപണിയിലുണ്ട്. കുരുമുളകിൻ്റെ ലഭ്യത കുറഞ്ഞിരിക്കെ വരും ദിവസങ്ങളിൽ അന്തർ സംസ്ഥാന കച്ചവടക്കാർ വില ഉയർത്തി വാങ്ങുമെന്നാണ് വ്യാപാര സമൂഹം പറയുന്നത്. ഏലക്ക വില ഉയർച്ചയിൽ ഉത്തരേന്ത്യൻ ഇടപാടുകാരും കയറ്റുമതിക്കാരും ഏലത്തിന് കാണിച്ച ഉത്സാഹം സ്റ്റോക്കിസ്റ്റുകൾക്ക് പ്രതീക്ഷ നൽകുന്നു. ലേലത്തിനെത്തുന്ന ചരക്കിൽ വലിയ പങ്കും വിറ്റഴിയുന്നു. വരണ്ട കാലാവസ്ഥ കണക്കിലെടുത്താൽ വിളവെടുപ്പ് മാസമധ്യത്തോടെ പല ഭാഗങ്ങളിലും സ്തംഭിക്കാം. പകൽ താപനില ഉയരുന്നത് മുൻനിർത്തി പരമാവധി ഏലക്ക കരുതൽ ശേഖരത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വാങ്ങലുകാർ. വാരാന്ത്യം ശരാശരി ഇനങ്ങളുടെ വില കിലോയ്ക്ക് 2,580 രൂപയിലും മികച്ച ഇനങ്ങൾ 3,129 രൂപയിലും എത്തി. ജാതിക്കയ്ക്ക് നല്ല കാലം. രാജ്യാന്തര വിപണിയിൽ ഇന്തോനേഷ്യൻ ജാതിക്ക ലഭ്യത കുറഞ്ഞത് പുതിയ വിദേശ വ്യാപാരങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അറബ് രാജ്യങ്ങളിൽ നിന്നും പുതിയ അന്വേഷണങ്ങൾ എത്തുന്നതായി വിപണി വൃത്തങ്ങൾ. എന്നാൽ വിലക്കയറ്റം ഭയന്ന് വിദേശ കരാറുകളെക്കുറിച്ച് കയറ്റുമതി മേഖല നിശബ്ദത പാലിക്കുന്നു. ഒരു വിഭാഗം കയറ്റുമതിക്കാർ വില ഉയരുമെന്ന കണക്ക് കൂട്ടലിൽ നേരത്തെ ചരക്ക് സംഭരിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിൽ ജാതിക്ക തൊണ്ടൻ കിലോ 330 രൂപയിലും ഹൈറേഞ്ച് ചരക്ക് 400 രൂപയിലും വ്യാപാരം നടന്നു. ജാതിപ്പരിപ്പ് വില 680 മുതൽ 700 രൂപയിലാണ്. ഔഷധ നിർമ്മാതാക്കളും കറി മസാല വ്യവസായികളും ജാതിക്ക ശേഖരിക്കാൻ രംഗത്തുണ്ട്. നോമ്പുകാല ആവശ്യങ്ങൾ മുൻനിർത്തി അറബ് രാജ്യങ്ങൾ ജാതിക്ക ഇറക്കുമതിക്ക് നീക്കം നടത്തുന്നുണ്ട്. വെളിച്ചെണ്ണ ഉൽപ്പാദനം കുറയുന്നു. തമിഴ്നാട്ടിലെ കൊപ്രയാട്ട് വ്യവസായികൾ വെളിച്ചെണ്ണ വില ഉയർത്താൻ കഠിന ശ്രമം നടത്തിയെങ്കിലും വിദേശ ഭക്ഷ്യ എണ്ണകളുമായി മത്സരിക്കാനാവാതെ
പല അവസരത്തിലും അടി പതറി. എന്നാൽ മാസാരംഭത്തിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം ഉയർന്നത് വിപണി നേട്ടമാക്കിയെങ്കിലും മില്ലുകാർ കൊപ്ര സംഭരണത്തിൽ കാണിച്ച തണുപ്പൻ മനോഭാവം വാരാന്ത്യം ഉൽപ്പന്നത്തെ വീണ്ടും തളർത്തി. കൊച്ചിയിൽ വെളിച്ചെണ്ണ 30,000 രൂപയിലും കൊപ്ര 18,550 രൂപയിലുമാണ്. ഡിമാൻഡ് കുറഞ്ഞതോടെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുറഞ്ഞു. കൊച്ചിയിലും തൃശ്ശൂരിലും ലിറ്ററിന് 2 രൂപ വീതം കുറഞ്ഞു. കോഴിക്കോട് 1 രൂപ കുറഞ്ഞു. തമിഴ്നാട്ടിലെ കാങ്കയം മാർക്കറ്റിൽ വെളിച്ചെണ്ണ ലിറ്ററിന് 5 രൂപ വില കൂടി. കൊച്ചിയിൽ കൊപ്ര കിലോ 2 രൂപ വില കൂടിയപ്പോൾ തൃശ്ശൂരിൽ 2 രൂപയും കോഴിക്കോട് 1 രൂപയും വില കുറഞ്ഞു. കാങ്കയം മാർക്കറ്റിൽ 3 രൂപ വില കൂടി. കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്ററിന് 305 രൂപയും തയ്യാർ 300 രൂപ. കൊപ്ര തെളിവ് കിലോ 187 രൂപ, ഓടെ 185 രൂപ. തൃശ്ശൂർ വെളിച്ചെണ്ണ 305 രൂപ, കൊപ്ര 191 രൂപ. കോഴിക്കോട് വെളിച്ചെണ്ണ 323 രൂപ, കൊപ്ര 193 രൂപ. കാങ്കയം വെളിച്ചെണ്ണ 233 രൂപ, കൊപ്ര 180 രൂപ. കൊച്ചിയിൽ കഴിഞ്ഞ വാരം 27,000 ലിറ്റർ വെളിച്ചെണ്ണ മൊത്ത വ്യാപാര വിപണിയിൽ വിൽപ്പനയ്ക്കെത്തി. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ